ഭൈരവ മീഡിയസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കന്നി ലഗ്നവും രാശിയും. കന്നി ലഗ്നമായിട്ട് ഇപ്പോഴത്തെ വ്യാഴമാറ്റം, രാശി മാറ്റം എങ്ങനെയാണ് കണക്കാക്കപ്പെടുന്നത്? അല്ലെങ്കിൽ അത് എന്ത് രീതിയിലുള്ള ഫലം കന്നി ലഗ്നക്കാർക്ക് ഉണ്ടാകുമെന്ന് നമുക്ക് നോക്കാം. ഈ രാശിയിൽ ഇപ്പോൾ കർക്കിടകം രാശിയിലേക്ക് വരുന്ന വ്യാഴം കന്നി രാശിക്കാർക്ക് എങ്ങനെയുള്ള ഫലത്തെ പ്രദാനം ചെയ്യും? ലഗ്നവശാലും കൂടി ആ ഒരു കണക്കിനെ എടുത്താൽ മാത്രമായിരിക്കും നമുക്കൊരു നല്ല ഫലത്തെ പ്രദാനം ചെയ്യാനായിട്ട് കഴിയുക. തീർച്ചയായിട്ടും ഗുണകരമായ ഒരു അവയർനെസ് തന്നെയായിരിക്കും നിങ്ങൾക്ക്. തീർച്ചയായിട്ടും ഈ ഒരു പ്രോസസ്സ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വർക്കൗട്ട് ചെയ്യുമെന്നുള്ളത് 100% ഉറപ്പാണ്. നിലവിലുള്ള രാശി ഫലങ്ങൾ കൂടി ഒന്ന് നോക്കണം. അതായത് നിലവിലെ കന്നി രാശി മുതൽ 12 രാശികളിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടേതായ സ്ഥിതി കൂടി കണക്കിലെടുക്കണം. അപ്പോൾ കന്നി രാശിക്കാർക്ക് 6-ാം ഭാവത്തിലാണ് സർപ്പം, അതായത് രാഹു സ്ഥിതി ചെയ്യുന്നത്. 7-ാം ഭാവത്തിൽ ശനിയും, 8-ാം ഭാവത്തിൽ ചൊവ്വയും, 9-ാം ഭാവത്തിൽ സൂര്യനും, 10-ാം ഭാവമായ തൊഴിലിടത്തിൽ ബുധനും ശുക്രനും, 11-ാം ഭാവത്തിൽ വ്യാഴവും, 12-ൽ കേതുവും സഞ്ചാരം നടത്തുന്ന കാലഘട്ടമാണ്. അങ്ങനെയെങ്കിൽ ലഗ്നവശാൽ ഈ ഗ്രഹങ്ങളുടെ സ്ഥിതി ബലം ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ശേഷം നമുക്ക് ഈ ഫലത്തിൻ്റെതായ ഒരു പ്രവചനം എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും ഗുണം തന്നെയാണ്. 100% നിങ്ങൾക്കത് ഗുണകരമായ വീഡിയോ തന്നെയായിരിക്കും. കന്നി ലഗ്നത്തിൻ്റെ 6-ാം ഭാവത്തിൽ നിൽക്കുന്ന സർപ്പം നിങ്ങൾക്ക് ഈ വരുന്ന ഡിസംബർ മാസം വരെ ഈ ഒരു ഭാവത്തിൽ തന്നെയായിരിക്കും സർപ്പത്തിൻ്റെതായ ഒരു സഞ്ചാരഗതി, അതായത് രാഹുവിൻ്റെ സഞ്ചാരം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മുന്നേറ്റങ്ങളൊക്കെ നൽകുന്ന ഒരു കാലഘട്ടമായിട്ടാണ് സർപ്പം ഇവിടെ നിൽക്കുന്നത്. കാരണം അനുകൂലമായ ഒരു ഭാവത്തിൽ തന്നെയാണ് സർപ്പത്തിൻ്റെ സ്ഥിതി. 6-ാം ഇടമായ ഋണരോഗ ശത്രുസ്ഥാനം ആണെങ്കിലും ശരി, നിങ്ങൾക്ക് കന്നിരാശിക്കാർക്ക് ഗുണമുണ്ടാക്കുന്ന പ്രോസസ്സിലായിരിക്കും സർപ്പത്തിൻ്റെതായ ഒരു പ്രവർത്തനം. അതുകൊണ്ട് തന്നെ സൂത്രശാലിയായ ഒരു കുറുക്കൻ്റെ മനസ്സ് എപ്പോഴും നിങ്ങൾ എനേബിൾ ആക്കിയിരിക്കും. കാരണം എന്തൊക്കെ വിഷയങ്ങൾ വന്നാലും ശരി, അതിനെ തരണം ചെയ്തു പോകാനായിട്ടുള്ള ഒരു മനസ്സ് എപ്പോഴും ലഗ്നവശാൽ ക്രിയേറ്റഡ് ആയിരിക്കും എന്നുള്ള കാര്യം ഇവിടെ മനസ്സിലാക്കണം. രാശി വശാലാണെങ്കിൽ നമുക്ക് അത് റണ്ണിങ് പോയിന്റിൽ പ്രവർത്തനത്തിലുള്ള കാഴ്ചപ്പാടുകൾക്ക് അനുസൃതമായിട്ടായിരിക്കും ചിന്തകളെയും പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുക. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെയായിരിക്കണം കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോകേണ്ടത്. സൂത്രശാലിയായ ഒരു കുറുക്കനാണെങ്കിലും കേതു നിങ്ങൾക്ക് മോശം പേരൊക്കെ കൊണ്ടുതരുന്ന സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യും. മനസ്സറിയാത്ത കാര്യത്തിന് കേതു നിങ്ങൾക്ക് അപവാദങ്ങളും പഴികളും ഒക്കെ കേൾക്കേണ്ട സാഹചര്യങ്ങളെ ക്രിയേറ്റ് ചെയ്യും. അതായത് സർപ്പം ഉയർന്ന ചിന്താഗതി കൊടുക്കുമ്പോൾ കേതു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡായിരിക്കും അവിടെ കൊണ്ടുവരിക. മോശം പേരുകൾ കേൾക്കാതെ ഇരിക്കാനും അത്തരം പ്രവർത്തനങ്ങളിൽ ഇടപെടാതിരിക്കാനും ശ്രമിക്കുന്നത് വളരെയധികം നന്നായിരിക്കും. ഇവിടെ ആദ്യമേ ലഗ്നാലും രാശിയാലും കൂടി എനിക്ക് സർപ്പത്തിൻ്റെതായ ഭാവം കൊണ്ട് പറയാനായിട്ട് കഴിയുക. അതുപോലെ ലഗ്നവശാൽ 7-ാം ഭാവത്തിലാണ് ശനീശ്വര ഭഗവാൻ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഭാര്യ സംബന്ധപ്പെട്ട അല്ലെങ്കിൽ ഭർത്താവ് സംബന്ധപ്പെട്ട രീതിയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കുടുംബത്തിൽ ഉണ്ടാകുക ഈ സമയത്ത് നിങ്ങൾ നിയന്ത്രണ വിധേയമായി കൊണ്ടുപോകേണ്ട ഒരു സമയമാണ്. അതായത് പ്രശ്നങ്ങൾ ഉണ്ടാകും. അതിനെ വലിയ രീതിയിലേക്ക് എടുത്തുകൊണ്ട് പോകാനായിട്ട് ശ്രമിക്കരുത്. മറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുമായിട്ടായിരിക്കും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വന്നെത്തുകയും അതായത് പ്രശ്നമില്ല എന്ന് തോന്നുന്ന ചില വാക്കുകളായിരിക്കും പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ജാഗ്രതാപൂർവം ഇടപെട്ടു പോകുന്നത് കുടുംബത്തിൽ സർവ്വവിധ നന്മയ്ക്കും കാരണമാകുമെന്നുള്ള ഒരു കാരണം ഇവിടെ എനിക്ക് പറയേണ്ടതുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളുടെ ജാതകത്തിലാണ് 7-ാം ഇടത്തിൽ ഈ ശനി നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഗർഭാശയ സംബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങളൊക്കെ വരാൻ സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികൾ വിവാഹം പ്രായമായിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അത്തരത്തിലൊരു ചിന്താഗതികളോട് ഇന്ന് ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കി ചികിത്സയുടേതായ കാര്യങ്ങളൊക്കെ നോക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കുമെന്നാണ് എനിക്കിവിടെ പറയേണ്ടത്. തീർച്ചയായിട്ടും അത്തരം പ്രശ്നങ്ങൾ ഇവിടെ ലഗ്നാൽ 7-ാം ഇടത്തിൽ ഈ ശനി നിൽക്കുന്ന ജാതകം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പരിശോധിക്കുന്നതൊക്കെ നന്നായിരിക്കും. അല്ലെങ്കിൽ കുട്ടികളുടേതായ കാര്യത്തിൽ വിവാഹം കഴിഞ്ഞവർക്ക് വളരെയധികം കാലതാമസമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ ചികിത്സയൊക്കെ ചെയ്യുന്ന രീതിക്ക് നല്ല രീതിക്ക് തന്നെ ചിന്തിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കണം. കുടുംബപരമായ രീതിയിൽ ഈ 7-ലെ ശനി നമുക്ക് ഗുണകരം അല്ല. നിലവിലെ രാശിപ്രകാരം 7-ൽ നിൽക്കുന്ന ഈ ശനിക്കും നമുക്ക് വളരെയധികം നല്ല ഫലങ്ങളൊന്നും പ്രദാനം ചെയ്യാൻ കഴിയില്ല. പക്ഷേ വ്യാഴം ദൃഷ്ടി കൊടുക്കുന്നതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളുടെ കാഠിന്യത്തിന് കുറവുണ്ടാകും. തിരിച്ചറിഞ്ഞുകൂടി നമ്മൾ ചിന്തിക്കാനായിട്ട് ശ്രമിച്ചാൽ നല്ല രീതിക്ക് തന്നെ പ്രശ്നങ്ങളിൽ നിന്നും ഒഴിവായി മാറാനായിട്ട് കഴിയും. അതുപോലെ മറ്റൊരു കാര്യം, 8-ാം ഭാവത്തിലാണ്, അഷ്ടമഭാവത്തിലാണ് ചൊവ്വ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അഷ്ടമഭാവത്തിൽ ചൊവ്വ സ്ഥിതി ചെയ്യുന്ന സ്വന്തം വീട്ടിലാണെങ്കിൽ തന്നെയും കന്നി രാശിക്കാർക്ക് അത് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു സാഹചര്യത്തെ ഇവിടെ ക്രിയേറ്റ് ചെയ്യില്ല എന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. തീർച്ചയായിട്ടും നിങ്ങളുടേതായ രീതിക്ക് വണ്ടി വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ചിലപ്പം ജാഗ്രത പുലർത്തേണ്ട ഒരു കാലഘട്ടം തന്നെ ആണ് ഇവിടെ എനിക്കെടുത്ത് പറയേണ്ടതായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടേതായ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരായാലും ശരി നിങ്ങളെ വഞ്ചിക്കും. 100% ആ ഒരു പ്രോസസ്സ് അവിടെ നടന്നിരിക്കും. അതിൽ യാതൊരുവിധ തർക്കവുമില്ല.
തർക്കങ്ങളും വഴക്കുകളും നിശ്ചയമായും ഉണ്ടാകുന്ന ഒരു കാലഘട്ടം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഒഴിവായി പോണം. ലഗ്നവശാലാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു പ്രഭാവത്തെ നമുക്ക് സൂക്ഷ്മതയോടുകൂടി തന്നെ കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. ചൊവ്വ അദ്ദേഹത്തിൻ്റെതായ സ്വന്തം വീട്ടിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം സ്വന്തം വീട്ടിൽ നിന്നാലും നമ്മുടെ മറ്റു ഗ്രഹങ്ങളുടേതായ സ്ഥിതിബലം എങ്ങനെയാണോ അതിനനുസരിച്ച് കൂടി പ്രവർത്തനങ്ങളുണ്ടാകും. അതുകൊണ്ട് തന്നെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ വഞ്ചിക്കുന്ന ഒരു സാഹചര്യങ്ങൾ എന്തായാലും ക്രിയേറ്റ് ചെയ്യപ്പെടും. ബോധപൂർവം നിങ്ങൾ തിരിച്ചറിഞ്ഞ് പോയാൽ നിങ്ങൾക്ക് നല്ല ഒരു മുന്നേറ്റം അവിടെ വരും. അതുപോലെ തന്നെ 9ാം ഭാവമായ ഭാഗ്യസ്ഥാനത്താണ് സൂര്യൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ സൂര്യൻ 9ാം ഇടമായ ഭാഗ്യസ്ഥാനത്ത് സ്ഥിതി ചെയ്യുമ്പോൾ നിങ്ങൾക്കുള്ള നല്ല കാര്യമെന്ന് വെച്ചാൽ അച്ഛനിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും വിധത്തിലുള്ള അനുകൂലമായ ഒരു ഫലം ലഭിക്കും. അതായത് പഠനം സംബന്ധിച്ച കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കോ അച്ഛനിൽ നിന്നും നിങ്ങൾക്ക് അനുകൂലമായ ഭാവം വരും. അതായത് സഹായം ലഭിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് വാസ്തവമാണ്. ലഗ്നവശാൽ 9ൽ സൂര്യൻ നിൽക്കുമ്പോൾ അത് ആ ഒരു പ്രോസസ്സിലേക്കായിരിക്കും തരിക. എന്നാലും അച്ഛനോട് വലിയ താല്പര്യങ്ങളൊന്നും ഇല്ലാത്ത വ്യക്തികളായിട്ടായിരിക്കും പലരും ഉണ്ടാവുക എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സർവ്വവിധ ഐശ്വര്യങ്ങളും വണ്ടി, വാഹന ലാഭങ്ങളൊക്കെയും സൂര്യൻ പ്രദാനം ചെയ്യും. അതായത് കോളേജിലൊക്കെ പോകുന്ന കുട്ടികൾക്കാണെങ്കിൽ അച്ഛൻ വണ്ടി, വാഹനങ്ങളൊക്കെ എടുത്ത് കൊടുക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ നിങ്ങളുടേതായ ഈ 9ാം ഭാവത്തിൽ സൂര്യൻ നിന്ന് കഴിഞ്ഞാൽ മറ്റൊരു ചിന്താഗതി എന്ന് വെച്ചാൽ എപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഭാഗ്യത്തെയും നിർഭാഗ്യത്തെയും കുറിച്ച് ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഞാൻ എല്ലാവർക്കും നല്ലതാണ് ചിന്തിക്കുന്നത്. പക്ഷേ എനിക്ക് വന്നുപെടുന്നതെല്ലാം കഷ്ടകാലമാണല്ലോ ഈശ്വരാ എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യം. ഇത് ഒരു ഈക്വൽ ലെവലിൽ തന്നെയായിരിക്കും വരിക. അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും എല്ലാ കാലവും നിങ്ങൾക്ക് ആ പ്രോസസ്സ് ജന്മജാതകത്തിൽ ഈ 9ാം ഇടത്തിൽ സൂര്യൻ തന്നാൽ ആ ഒരു പ്രോസസ്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുക തന്നെ ചെയ്യും. അതിനെ മാറ്റാനൊന്നും കഴിയില്ല. സ്വയം ചിന്തിച്ച് നമ്മളെ തന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ പ്രശ്നങ്ങളിൽ നിന്നുള്ള വിടുതൽ നമ്മൾ നേടിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ശുഭഫലം തന്നെയാണ് അവിടെ ചിന്തിക്കേണ്ടത്. ലഗ്നത്തിന്റെ 10ാം ഭാവത്തിലാണ് ബുധൻ സ്ഥിതി ചെയ്യുന്നത്. അതായത് അദ്ദേഹത്തിന്റെ സ്വന്തം വീട്ടിൽ തന്നെയാണ്, മിഥുനം രാശിക്കുള്ളിൽ തന്നെയാണ്. പക്ഷേ മിഥുനം രാശിക്കുള്ളിലെ ബുധന് വലിയ രീതിയിലുള്ള ചിന്തകളും തരാനായിട്ട് കഴിയും. ഇരട്ട ചിന്തകൾ തരും. ഒരു വശത്ത് ഒന്ന് ചിന്തിക്കും, മറ്റൊരു വശത്ത് മറ്റൊരു കാര്യം ചിന്തിക്കും. ഇതാണ് ബുധൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓപ്ഷനായിട്ട് എടുക്കുന്ന ചിന്തകളിലേക്ക് നിങ്ങൾ മനസ്സിനെ മാറ്റിക്കൊണ്ടുവന്നാൽ നല്ല വിജയം പ്രാപ്തമാകും. ഒരു കാര്യം ചെയ്യുന്നതിനോടൊപ്പം മറ്റൊരു കാര്യം കൂടി ചിന്തിക്കാനായിട്ട് പ്രേരിപ്പിക്കും. പക്ഷേ സെക്കൻഡ് ഓപ്ഷൻ മാറ്റി വെച്ചിട്ട് ഫസ്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്ത് നിങ്ങൾ മുന്നിലേക്ക് പോയാൽ നല്ല രീതിക്ക് വിജയത്തെ പ്രാപ്തമാക്കാനായിട്ട് കഴിയും. കാരണം കന്നി രാശി ബുധൻ്റേതായ ഉച്ചസ്ഥായിയിലുള്ള ഒരു രാശി തന്നെയാണ്. അതുകൊണ്ടാണ് 10ലെ ബുധനും നിങ്ങൾക്ക് വളരെയധികം നല്ല ഫലത്തെ പ്രദാനം ചെയ്യുമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വക്കീലിനൊക്കെ പഠിക്കുന്ന വ്യക്തികളാണെങ്കിൽ നല്ല രീതിയിലുള്ള ഉയർച്ചയൊക്കെ ഉണ്ടാകും. വക്കീലന്മാർക്കൊക്കെ നല്ല ഫലമൊക്കെ ലഭിക്കും. കന്നി രാശിയിൽപ്പെട്ടവർ വക്കീലൊക്കെ ആയിട്ടിരിക്കുകയാണെങ്കിൽ നല്ല ഫലം തൊഴിലിടത്തിൽ എന്തായാലും വന്നെത്തും. അതുപോലെ തന്നെ ബിസിനസ് സംബന്ധപ്പെട്ട കാര്യത്തിലേക്ക് ഇറങ്ങിയാലും നിങ്ങൾക്ക് മുന്നേറ്റങ്ങളൊക്കെ ഉള്ള ഒരു കാലഘട്ടം തന്നെ ആയിരിക്കും ഈ 10ലെ ബുധൻ എപ്പോഴും തരിക. പക്ഷേ ജാഗ്രത വേണം. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നതെന്ന ചിന്തകളോട് വേണം ഓരോ കാര്യത്തിലും ഇടപെട്ട് പ്രവർത്തിക്കാനായിട്ട്. കണക്കുകൾ, അതായത് മെഡിസിനും അതായത് ഈ സയൻസ് സംബന്ധപ്പെട്ട കാര്യങ്ങളും മെഡിസിൻ സംബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ തന്നെ ഗണിതശാസ്ത്രം, ആർക്കിടെക്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം നല്ല ഫലങ്ങളായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ IT ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് വളരെ നല്ല ഫലങ്ങൾ ഇവിടെ കാത്തുവച്ചിട്ടുണ്ട്. അതായത് ലഗ്നവശാൽ 10ൽ ബുധൻ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഫലങ്ങൾ എന്തായാലും പ്രദാനം ചെയ്യും. അതായത് ഒരു തർക്കം എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങളുടെ മുന്നിലേക്ക് വന്നാൽ അതിൽ 100% വിജയം നിങ്ങൾക്ക് തന്നെയായിരിക്കും. ബുദ്ധിപൂർവ്വം പ്രയോഗത്തിലേക്ക് കൊണ്ടുവന്നാൽ ജന്മജാതകത്തിൽ 10ൽ ബുധൻ ഉള്ളവരുടേതായ കാര്യമാണ് ഞാനിത് പറഞ്ഞത്. അതുപോലെ തന്നെ 10ാം ഭാവത്തിലാണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ മിഥുനം രാശിക്കുള്ളിലെ വ്യാഴത്തിന് വലിയ രീതിക്കുള്ള ഗുണമൊന്നും നമുക്ക് ചെയ്തു തരാനായിട്ട് കഴിയില്ല. ആ ഒരു പ്രോസസ്സ് അവിടെയുണ്ട്. കഴിഞ്ഞ ഒരു വർഷക്കാലം കൊണ്ട് തന്നെ പലരും അനുഭവത്തിലൂടെ മനസ്സിലായി കാണും. പലയിടങ്ങളിലും പ്രശ്നങ്ങൾക്ക് മേലെ പ്രശ്നം. ആരെയൊക്കെ നല്ലവരാണെന്ന് കണ്ടോ അവരൊക്കെ പ്രശ്നങ്ങളിലേക്ക് വന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ 10ലെ വ്യാഴം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിന് വളരെയധികം ഹാനി ഉണ്ടാക്കി വെക്കും. അതായത് കുടുംബത്തിലുള്ളവർ നമ്മളോട് പിണങ്ങുന്ന തർക്കങ്ങൾ ഉണ്ടാക്കുക, മക്കൾ വരെ പിണങ്ങുന്ന സാഹചര്യങ്ങളെ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ പിന്നെ മനസ്സിലാക്കേണ്ട കാര്യം അത് തന്നെയല്ലേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോയി, അതായത് ഭൂമി സംബന്ധപ്പെട്ട കാര്യത്തിൽ എന്തെങ്കിലും ഒരു നഷ്ടമൊക്കെ ഉണ്ടായി എന്ന് വെച്ചാൽ നിങ്ങൾക്കത് തിരിച്ചു പിടിക്കുന്ന ഒരു ജാതകം കൂടിയാണ് 10ലെ വ്യാഴം. അത്തരത്തിലുള്ള പ്രോസസ്സ് താമസിക്കുമെങ്കിലും നിങ്ങൾക്കത് തിരിച്ച് ലഭിക്കുന്ന ഒരു ജാതകം തന്നെയായിരിക്കും 10ലെ വ്യാഴം. കന്നി ലഗ്നത്തിൻ്റെതായ 10ാം ഇടമാണ് പറയുന്നത്. തീർച്ചയായിട്ടും ബിസിനസ് സംബന്ധപ്പെട്ട കാര്യത്തിൽ നിങ്ങൾ ടെക്സ്റ്റൈൽസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ബിസിനസ്സുകളൊക്കെ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരെ, അതായത് ഒരുപാട് പേർക്ക് തയ്യൽ അറിയാമായിരിക്കാം, തയ്യൽ കട ഇട്ടിട്ടുണ്ടായിരിക്കാം, തുണിക്കട നടത്തുന്നവരായിരിക്കാം.
അപ്പോൾ അങ്ങനെ തുണിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ബിസിനസ്സൊക്കെ നടത്താനൊക്കെ പ്രാപ്തമായ മനസ്സ് നിങ്ങളിലേക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുമെന്നുള്ളതാണ് ഇവിടെ വാസ്തവം. അതുപോലെതന്നെ ബന്ധുക്കളുമായിട്ടൊക്കെയുള്ള നല്ല രീതിയിലുള്ള അടുപ്പം ഒക്കെ കൊണ്ടുതരും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ബുധൻ്റെ സാന്നിധ്യം 10-ലുണ്ടെങ്കിൽ 100% അത് മോശമായി വരും. നിലവിലിപ്പോൾ 10-ാം ഇടത്തിലാണ് ബുധനും ശുക്രനും സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് സത്യം. ആ ഒരു കാരണം എപ്പോഴും നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ 11-ാം ഭാവമായ ലാഭസ്ഥാനത്താണ് ഇവിടെ വ്യാഴം സ്ഥിതി ചെയ്യുന്നത്. പരിപൂർണമായ ബലത്തോടുകൂടി തന്നെയാണ് കന്നി രാശിക്ക് 11-ൽ വ്യാഴം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ലഗ്നവശാൽ 11-ലെ വ്യാഴം നിങ്ങൾക്ക് എന്ത് രീതിയിലുള്ള ഫലത്തെ പ്രദാനം ചെയ്യുമെന്നും കൂടി നോക്കണം. 11-ലെ വ്യാഴം കന്നി രാശിക്ക് അല്ലെങ്കിൽ കന്നി ലഗ്നത്തിൻ്റെ 11-ൽ വ്യാഴം സ്ഥിതി ചെയ്യുന്ന ജാതകങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ മൂത്ത സഹോദരൻ ഉണ്ട് എങ്കിൽ അവരുമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളെ ക്രിയേറ്റ് ചെയ്യും. അതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിൽ 11-ാം ഭാവത്തിൽ തന്നെയാണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ജന്മജാതകത്തിലും 11-ലെ വ്യാഴം നിങ്ങൾക്ക് അത്തരം സഹോദരങ്ങളുമായിട്ട് പിണക്കത്തിലേക്കുള്ള വഴി അവിടെ ക്രിയേറ്റ് ചെയ്യും. നല്ല ബുദ്ധിയും ദീർഘായുസ്സും ഒക്കെ 11-ലെ വ്യാഴം നിങ്ങൾക്ക് എന്തായാലും തരികയും ചെയ്യും. അതുപോലെ നല്ല രീതിയിൽ ധനം, കീർത്തി, പേര്, പെരുമ, അന്തസ്സൊക്കെ നേടാനുള്ള മാർഗ്ഗത്തെയൊക്കെ നിങ്ങൾക്ക് കാട്ടിത്തരും. നിങ്ങളുടെ ഉപദേശത്താൽ മറ്റുള്ളവർക്ക് നന്മയുണ്ടാകുന്ന സാഹചര്യങ്ങളും ഇവിടെ വരും. പക്ഷേ സ്വന്തം ജീവിതത്തിൻ്റെതായ ഒരു ഘടനയെ ചിന്തിക്കുന്ന വേളയിൽ നിങ്ങൾക്ക് സ്വന്തം ജീവിതത്തിൻ്റെതായ സുഖം വളരെയധികം കുറയ്ക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇപ്പോൾ 11-ൽ നിൽക്കുന്ന വ്യാഴം ലഗ്നവശാലാണ് 11-ൽ വ്യാഴം നിൽക്കുന്നതെങ്കിൽ 100% നിങ്ങളുടെ ജീവിത സുഖം കുറവ് തന്നെയായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ ഒരു 6 മാസക്കാലം കൊണ്ട് തന്നെ നിങ്ങൾക്കത് മനസ്സിലായി കാണും. ജന്മജാതകത്തിൽ 11-ലെ വ്യാഴം നിങ്ങൾക്കത് ജീവിതത്തിൽ സുഖത്തിന് കുറവുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം. നിലവിൽ ഇപ്പോൾ രാശിവശാലും വ്യാഴം 11-ലാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എല്ലാ കാലത്തും നമുക്ക് പണമുണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ നമുക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള പണം മാത്രമായിരിക്കും നമ്മുടെ കൈവശം ഉണ്ടായിരിക്കുക. മറ്റുള്ളവർ കരുതും ധാരാളം കാശുണ്ടായിട്ടും മറ്റുള്ളവരെ സഹായിക്കുന്നില്ല എന്ന ചിന്ത മറ്റുള്ളവരിലേക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടും. നിങ്ങൾ ശത്രുവായി മാറുന്ന സാഹചര്യങ്ങൾ വ്യാഴം ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ 11-ൽ വ്യാഴം ലഗ്നവശാൽ 11-ൽ വ്യാഴമുണ്ടെങ്കിൽ അത് അവരൊപ്പം ജാഗ്രതാപൂർവ്വം കൈകാര്യം ചെയ്തു പോകണം. മറ്റുള്ളവരുടെ ഉപദേശങ്ങളൊന്നും കേൾക്കാനുള്ള ഒരു മനോഭാവം നിങ്ങൾക്കുണ്ടാവില്ല. നിങ്ങൾക്ക് എല്ലാം അറിയാമെന്ന ചിന്ത അവിടെ ക്രിയേറ്റ് ചെയ്തു തരും ഈ വ്യാഴം. അതാണ് നമുക്ക് തോൽവിക്കും കാരണമാകുക. അതായത് 10 ദിവസം നല്ലതായിട്ടിരിക്കുകയാണെങ്കിൽ 20 ദിവസം നിങ്ങൾക്ക് മോശം കാലഘട്ടം തന്നെയായിരിക്കും. കുടുംബസുഖം നോക്കിയാൽ കന്നിരാശിക്കാർക്ക് യാതൊരു വിധത്തിലുള്ള സുഖവും ഉണ്ടാവില്ല. അതായത് ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർക്ക് കുടുംബസുഖം എന്ന് പറയുന്നത് 11-ന് വ്യാഴം തരില്ല. ജാഗ്രതാപൂർവ്വം ചിന്തിച്ചാൽ മാത്രമാണ് കുടുംബത്തിൽ ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് കഴിയാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാരുടെ കുടുംബ ബന്ധങ്ങൾ പലർക്കും പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ 11-ലെ വ്യാഴം ശക്തമായി അവിടെ ഇടപെട്ടിട്ടുണ്ട്. അതായത് മുതിർന്നവരുടെ ഉപദേശം കേൾക്കാനുള്ള മനസ്സ് നിങ്ങൾക്ക് തരില്ല 100%. അതുകൊണ്ട് തന്നെ ഭാര്യ-ഭർതൃ ബന്ധങ്ങളൊക്കെ പലർക്കും അത്തം നക്ഷത്രക്കാർക്ക് കോടതിയിലൊക്കെ നിൽക്കുന്ന സാഹചര്യങ്ങൾ ഇവിടെയുണ്ട്. ചിത്തിര നക്ഷത്രക്കാർക്കും അതുപോലെ തന്നെ ഒരേ വീട്ടിലാണെങ്കിൽ പോലും ഭാര്യ-ഭർത്താവ് പിണങ്ങിയിരിക്കുന്ന സാഹചര്യം. അതുപോലെ ഇവിടെ കന്നി രാശിയിലുള്ള ഉത്രം അല്ലെങ്കിൽ ചിത്തിര നക്ഷത്രമാണ് ഇരിക്കുന്നത്. അതുപോലെ തിരുവാതിര നക്ഷത്രക്കാരെയാണ് ഭാര്യയായിട്ടിരിക്കുന്നതെങ്കിൽ 100% അവിടെ ഒരു ഐക്യത കുറവ് ഉണ്ടാവും. അതായത് സമീപനങ്ങളിൽ വ്യത്യാസമുണ്ടാകും. കാരണം തുല്യ ബുദ്ധിയാണല്ലോ. ഒരേ രാശി കന്നിയും മിഥുനവും ബുധൻ്റേതായ വീടായതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും തുല്യത ഉണ്ടായിരിക്കും. തിരുവാതിര വേഗം കൂട്ടുമ്പോൾ ഇവർ ഒരൽപ്പം വേഗം കുറയ്ക്കും. അവിടെ ആ പ്രോസസ്സ് കുടുംബത്തിൽ തർക്കങ്ങൾക്ക് കാരണമാകും. അതാണ് പ്രശ്നം. അതുപോലെ തന്നെ ലഗ്നത്തിൻ്റെ 12-ാം ഭാവത്തിലാണ് കേതു സഞ്ചാരം നടത്തുന്നത്. അപ്പോൾ ലഗ്നത്തിൻ്റെ 12-ൽ കേതു സ്ഥിതി ചെയ്യുന്ന ജാതകം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരൽപ്പം യാത്രകളൊക്കെ ചെയ്യാനൊക്കെ വളരെയധികം ഇഷ്ടമുള്ള വ്യക്തിത്വം ആയിരിക്കും നിങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ ഇവിടെ കുടുംബ ബന്ധങ്ങളിൽ ആദ്യകാലങ്ങളിൽ ഭാര്യയ്ക്കൊപ്പം വിവാഹം കഴിയുന്ന ആദ്യകാലങ്ങളിൽ ഭാര്യയ്ക്കൊപ്പം താമസിക്കാനും ജീവിക്കാനും ഒന്നും നിങ്ങളെ അനുവദിക്കില്ല എന്നുള്ളതാണ് സത്യം. ഒരുപക്ഷെ ഭാര്യ വിദേശത്ത് ജോലി ചെയ്യുക, അല്ലെങ്കിൽ ഭർത്താവ് വിദേശത്ത് ജോലി ചെയ്യാം, അല്ലെങ്കിൽ മറ്റൊരു സ്റ്റേറ്റിൽ പോയി ജോലി ചെയ്യാം. ഇവിടെ തർക്കങ്ങളോ വഴക്കുകളോ ഇല്ലെങ്കിൽ പോലും പിരിഞ്ഞു നിന്ന് കുടുംബം നയിക്കേണ്ട ഒരു കാര്യം. ചിലപ്പോൾ 4-5 വർഷം പിരിഞ്ഞു നിൽക്കേണ്ട സാഹചര്യം വരും. ഇപ്പോൾ ബാങ്കിങ് സെക്ടറിലാണ് ജോലി ചെയ്യുന്നത്, ഭാര്യയ്ക്ക് ഒരിടത്തായിരിക്കും, ഭർത്താവിന് മറ്റൊരിടത്തായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരുമിച്ച് ജീവിക്കാനുള്ള കാലഘട്ടത്തെ കുറയ്ക്കും ഈ 12-ൽ നിൽക്കുന്ന കേതു. എപ്പോഴും ആ ഒരു പ്രോസസ്സ് തിരിച്ചറിഞ്ഞ് മുന്നിലേക്ക് പോയാൽ മാത്രമാണ് നിങ്ങൾക്കൊരു വിജയം, കുടുംബത്തിലൊരു ഐക്യത ഉണ്ടാക്കി കൊണ്ടുവരാനായിട്ട് കഴിയുക. എന്നിരുന്നാൽ തന്നെയും ഈ 12-ൽ നിൽക്കുന്ന കേതുവിന് മറ്റൊരു കാര്യമുണ്ട്. അപ്പോൾ ഒരു 40 വയസ്സൊക്കെ കഴിയുമ്പോൾ ഒരുപാട് പാഠങ്ങളൊക്കെ പഠിച്ച് തിരിച്ചറിവിലൂടെയൊക്കെ വന്ന് അതിനുശേഷം തനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നേടണമെന്നൊരു ചിന്ത പ്രാപ്തമൊക്കെയും ദൈവികമായ ആത്മീയമായ ചിന്തകളും കൂടി നൽകി നിങ്ങൾ 40 വയസ്സിന് ശേഷമായിരിക്കും മികച്ച ഒരു ഫലം കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് കഴിയുക എന്നുള്ളതാണ് സത്യം.
എന്നാൽ അപ്പോൾ ഈ പ്രോസസ്സുകൾ ഇപ്പോൾ നിൽക്കുന്ന രാശികൾക്കുള്ളിൽ ഗ്രഹങ്ങൾ എങ്ങനെ നിൽക്കുന്നോ അതിനനുസരിച്ചാണ് ഞാൻ ഈ ലഗ്നത്തിൻ്റെതായ ഒരു പഠനം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ളത്. തീർച്ചയായിട്ടും പ്രോസസ്സുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. ഇനി നമുക്ക് ഇപ്പോൾ നടക്കുന്ന ആ ഒരു രാശി പ്രവചനം, അതായത് കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു രാശികൾ വെച്ചിട്ട്, അതായത് 9 ഗ്രഹങ്ങളുടേതായ ചിന്തകൾ വെച്ചിട്ട് നിങ്ങൾക്ക് കന്നി രാശിക്കാർക്ക് ഈ വർഷം 40% മാത്രമേ ഒരു നല്ല ഫലം പ്രദാനം ചെയ്യുകയുള്ളൂ എന്ന് 100% പറയും. കാരണം വെച്ചാൽ ശനിയുടേതായ ചിന്തകൾ, രാഹുവിൻ്റെ, ചൊവ്വയുടെ ചിന്തകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ 100% നിങ്ങൾക്ക് പറയാനായിട്ട് ഒരു 40% മാത്രമാണ് അനുകൂലമായിട്ട് എനിക്ക് പറയാനായിട്ട് കഴിയുന്നത്. ഇപ്പോൾ വ്യാഴം അനുകൂലമാണ് നിങ്ങൾക്ക്, പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ 6ാം ഭാവത്തിൽ ആണ് വ്യാഴം അല്ല, ആറാം ഭാവത്തിലാണ് സർപ്പം നിൽക്കുന്നത്. 12, 11ലാണ് വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ വളരെയധികം നല്ല ഫലമൊന്നും പ്രദാനം ചെയ്യില്ല. തീർച്ചയായിട്ടും ഗുണം ഉണ്ടാക്കി തരും. ഉയരങ്ങളിലേക്കുള്ള ചിന്തകളെ തന്ന ഒരു പ്രോസസ്സ് നൽകും. അത് ഗുണമാണോ എന്ന് ചോദിച്ചാൽ തൽക്കാല ശാന്തി എന്ന് വേണമെങ്കിൽ പറയാം. ആ പ്രോസസ്സായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അതുകൊണ്ട് തന്നെ 40% മാത്രമാണ് ഈ ഒരു വർഷം നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ഇരിക്കുന്നത്. എന്നാലും വ്യാഴത്തിൻ്റെതായ മാറ്റം ഗുണം ആണ്. അപ്പോൾ വ്യാഴത്തിൻ്റെതായ ബേസിക്കിൽ നോക്കുമ്പോൾ വ്യാഴം പൂർണ്ണമായ ബലത്തോടു കൂടിയാണ് കർക്കിടകം രാശിയിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ 15-15 എന്ന് നമ്മൾ കണക്കാക്കിയാൽ മതി. അതായത് നമുക്ക് ഇപ്പോൾ അമാവാസി, പൗർണമി എന്ന പ്രോസസ്സിലേക്ക്, അതായത് 15 ദിവസം നമുക്ക് ഒരു നല്ല ഫലത്തെ പ്രദാനം ചെയ്യും. അതുപോലെ തന്നെ 15 ദിവസം നമുക്ക് മോശം ഫലത്തെയും പ്രദാനം ചെയ്യും. ഇപ്പോൾ കിട്ടുന്ന കാലഘട്ടം, അപ്പോൾ പൗർണമി എന്ന് പറയുമ്പോൾ അവസാനത്തേതായ ഒരു ദിവസമാണ്, ലാസ്റ്റ് വരുന്ന ദിവസമാണ് പൗർണമി. അമാവാസി വരുന്ന ലാസ്റ്റ് വരുന്ന ദിവസമാണ് അമാവാസിയായിട്ട് വരുന്നത്. അപ്പോൾ അമാവാസി എന്ന് ചിന്തിക്കുമ്പോൾ 100% നിങ്ങളുടെ ജീവിതം ഇരുട്ടിലേക്ക് തന്നെ പോകും. വെളിച്ചത്തിലേക്ക് വരാൻ സമയത്ത് പരിപൂർണ്ണ സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നു എന്ന് തോന്നും. തോന്നലുകൾ മാത്രമാക്കി തരും എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു നേട്ടങ്ങൾ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നേട്ടത്തിന് വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ, ആ നേട്ടം കാലാകാലത്തേക്ക് സൂക്ഷിച്ചു വച്ച് മുന്നിലേക്ക് ഒരു അല്പാൽപ്പം ചിലവാക്കി പോകേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്. അതായത് പ്രശ്നങ്ങൾ ചെറുതായിട്ട് തുടങ്ങി വലിയ ഇതിലേക്ക് വന്ന് നിൽക്കും. അതാണ് വീണ്ടും അത് മൈനസായി പോയി നല്ലതിലേക്ക് വരും. വീണ്ടും 15ാം ദിവസം വീണ്ടും അത് ആക്ടിവേഷൻ ആവും. അത് തൊഴിലിടങ്ങളിലും കുടുംബത്തിനുള്ളിലും സുഹൃത്തുക്കൾക്കിടയിലും അതുപോലെ തന്നെ നിങ്ങളുടേതായ സഹോദരങ്ങൾക്കിടയിലും ഒക്കെ ഈ പ്രോസസ്സ് അവിടെ സ്റ്റാർട്ട് ആയി പോയിക്കൊണ്ട് തന്നെ 27 നക്ഷത്രങ്ങൾക്കും ഇങ്ങനെ തന്നെയാണ്. എന്നാലും ഈ രാശിയെ സംബന്ധിച്ചിടത്തോളം കന്നി രാശി എന്ന് പറയുമ്പോൾ ഞാനെപ്പോഴും കന്യാസ്ത്രീ രാശി എന്നാണ് പറയുന്നത്. അതാണ് അതിൻ്റെതായ ഒരു കണക്ക്. അതായത് വിവാഹമൊക്കെ കഴിഞ്ഞാൽ തന്നെയും കന്യാസ്ത്രീകളെ പോലെ തന്നെ ജീവിക്കേണ്ടവരാണ് ഈ രാശിയിൽപ്പെട്ട സ്ത്രീകളൊക്കെയും. പുരുഷന്മാരും അതുപോലെ തന്നെയാണ്. ആ ഒരു പ്രോസസ്സിൽ പിണങ്ങിയിരിക്കുക, കാലത്തോളം പിണങ്ങിയിരിക്കുക, കോടതി കേസിലേക്ക് പോവുക, ഈ പ്രോസസ്സുകൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും എല്ലാവർക്കും എല്ലാ കാലവും. തിരിച്ചറിഞ്ഞ് പരസ്പരം ഒരാൾ മറ്റൊരാളെ തിരിച്ചറിഞ്ഞ് പോകുന്നതാണ് ഒരു ജീവിത വിജയമെന്ന് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ എല്ലാ കാലവും പ്രശ്നങ്ങളുണ്ടെങ്കിലും നല്ല രീതിക്ക് ജീവിക്കാനായിട്ട് കഴിയും. വ്യാഴത്തിൻ്റെതായ ചിന്തകൾ വെച്ചിട്ട് ഇനിയിപ്പോൾ 6 മാസക്കാലം, എന്തായാലും ജനുവരി മുതൽ 6 മാസക്കാലം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇനിയിപ്പോൾ അടുത്ത പോർഷനാണ്. അപ്പം വ്യാഴത്തിൻ്റെ ചിന്തകൾ വെച്ചിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുള്ള ഫലത്തെ പ്രാപ്തമാക്കി എടുക്കാമെന്ന് ചിന്തിച്ചാൽ 100% വ്യാഴം ഇരിക്കുന്നിടം ബലം തന്നെയാണ്. അപ്പോൾ ഉപദേശങ്ങൾ കേൾക്കാനുള്ള ഒരു മനസ്സൊക്കെ വേണം. നിങ്ങളുടെ ഉപദേശങ്ങളാണ് ഏറ്റവും വലുത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നതാണ് ഏറ്റവും വലുതെന്ന് ചിന്തിക്കാതെ കേൾക്കാനും അതിനനുസരിച്ച് പ്രാവർത്തികമായ രീതിയിൽ ചിന്തകളെ മാറ്റാനും വഴിമാറ്റി വിടാൻ കഴിഞ്ഞാൽ നിങ്ങളാണ് വിജയി എന്ന് പറയുന്നത്. അതായത് നിങ്ങളാണ് ഈ ബേസിലെ പ്രോസസ്സിൽ വ്യാഴത്തെയായിട്ട് എനിക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ 5ാം ഇടമായ പൂർവ്വപുണ്യസ്ഥാനത്തിലേക്കാണ് വ്യാഴം ദൃഷ്ടി കൊടുക്കുന്നത്. അങ്ങനെയെങ്കിൽ വ്യാഴം 5ാം ഇടമായ പൂർവ്വപുണ്യസ്ഥാനത്തേക്ക് ദൃഷ്ടി കൊടുക്കുമ്പോൾ അദ്ദേഹം സ്ഥിതി ചെയ്യുന്നത് വ്യാഴത്തിൻ ആ ഒരു രാശിനാഥനായ ചൊവ്വ സ്ഥിതി ചെയ്യുന്നത് മേടം രാശിക്കുള്ളിൽ തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഇതുവരെ നിങ്ങൾക്ക് എന്തെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ പുറമേ ഉണ്ടായി, ശത്രുക്കൾ ഉണ്ടായിരുന്നെങ്കിൽ 100% അത് അവിടെ പ്രോസസ്സ് ചെയ്യില്ല, വർക്കൗട്ട് ആവില്ല. അവർ നിങ്ങൾക്ക് മുന്നിൽ തോൽവി സമ്മതിച്ച് പോകുന്ന ഒരു സാഹചര്യത്തെ ഇവിടെ എന്തായാലും ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അതിനുള്ള വഴികൾ തുറക്കുന്നു. അതുപോലെ 7ാം ഭാവമായിട്ട് മകരം രാശിക്കുള്ളിലേക്കാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിയുന്നത്. അങ്ങനെയെങ്കിൽ കുടുംബത്തിനുള്ളിൽ ഉണ്ടായിരുന്ന വാക്ക് തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ സ്വയം പരിഹരിക്കാനായിട്ട് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ സ്വയം മാറ്റുക തന്നെ ചെയ്യും. അതിനായിട്ടാണ് ലഗ്നവശാലുള്ള ഒരു പ്രവചനം കൂടി ഇവിടെ ഞാൻ നിങ്ങൾക്ക് നൽകിയത്. 100% അതിനെ മാറ്റാനും അതിൻ്റെതായ തെറ്റുകൾ തിരുത്തി വീണ്ടും ഒരു റീയൂണിയൻ ഒക്കെ വന്ന് ചെയ്യുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളാണ് എല്ലാത്തിനും കാരണമായി വരുന്നത്, നിങ്ങൾ തന്നെയാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ വ്യാഴം പറയുന്ന ഉപദേശമാണ് വ്യാഴം. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യാഴം നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ആ അച്ഛനോ അമ്മയോ നിങ്ങളുടെ ബന്ധുക്കളോ നിങ്ങൾക്ക് വേണ്ടി നല്ലത് പറയാൻ കേൾക്കാനുള്ള മനസ്സ്
രണ്ട് ഭാഗത്തും വേണം. അത് നല്ല ഫലത്തെ പ്രദാനം കുടുംബത്തിൽ സന്തോഷത്തെ പ്രദാനം ചെയ്യും. അതുപോലെ 7ാം ഭാവാധിപതി എന്ന് പറയുമ്പോൾ ശനി ഭഗവാനാണ്. അദ്ദേഹം ചിന്തിരിക്കുന്നത് 9ാം ഭാവത്തിലേക്കാണ്. അപ്പോൾ വ്യാഴത്തിൻ്റെതായ 9ാം ഭാവത്തിലാണ് ശനി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഭാവത്തിലേക്ക് ചിന്തിക്കുമ്പോൾ വളരെയധികം നല്ല ഫലങ്ങൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് കൊടുക്കുക. വ്യാഴത്തിന് ദൃഷ്ടി 9ാം ഭാവമായ ഭാഗ്യാധിപതി സ്ഥാനത്തേക്കാണ് ദൃഷ്ടി കൊടുക്കുന്നത്. 100% തൊഴിലിടത്തിൽ നിങ്ങൾക്ക് മുന്നേറ്റം ഉണ്ട്. എല്ലാവർക്കും സർവ്വത ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സംശയങ്ങൾക്ക് വേണ്ടി മറുപടിയൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക് ചെയ്യുക. കമൻറ്റ് ബോക്സിന് അല്ലെങ്കിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. തീർച്ചയായിട്ടും നല്ല ഫലം ഉണ്ടാകും.